ഹലോ മക്കളെ, നിങ്ങളെല്ലാവരും 2027 JEE മെയിൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവുകയാണ്. സോ ഈ ഒരു പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾക്കറിയാം എന്തായാലും നമ്മൾ എല്ലാ സബ്ജക്റ്റിനകത്തും തിയറി വൈസുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇനി തിയറി മാത്രം പഠിച്ചാൽ മതിയോ? തിയറി മാത്രം പഠിച്ചാൽ ഒരിക്കലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പഠിച്ച കാര്യങ്ങളെ എങ്ങനെ എഫക്റ്റീവായെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇനഫായിട്ട് നമ്മൾ എക്സാംസ് എഴുതി നോക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ അതിനുവേണ്ടി സൈലത്തിൻ്റെ നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ നമ്മുടെ ആപ്പിൽ എന്തൊക്കെ എക്സാംസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകളാണ്. നിങ്ങൾക്കറിയാം മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ 3 സബ്ജക്റ്റുകളാണ് നമ്മൾ JEE മെയിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. സോ ഈ ഓരോ സബ്ജക്റ്റിനകത്തും ചാപ്റ്റേഴ്സ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിൽ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനകത്തും ഓരോ ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണ്, നിങ്ങൾ ആ ചാപ്റ്റർ എത്രത്തോളം മനസ്സിലാക്കി എടുത്തു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത നമുക്ക് വരുന്ന എക്സാമാണ് ഫാറ്റ് എക്സാം എന്ന് പറയുന്നത്. ഫാറ്റ് എക്സാം എന്ന് പറയുന്നത് ശരിക്കും ഒരു മിനി JEE പാറ്റേൺ ആണ്. നമുക്കറിയാം ശരിക്കുള്ള JEE എക്സാം എന്ന് പറയുന്നത് ഫിസിക്സിൽ നിന്ന് 25 ചോദ്യം, കെമിസ്ട്രി, മാത്സ് ഇത് രണ്ടിൽ നിന്നും 25 ചോദ്യങ്ങളാണ്. ടോട്ടൽ 75 ചോദ്യമാണ് നമുക്ക് വരുന്നത് അല്ലേ, 3 മണിക്കൂറിൻ്റെ എക്സാം. ഇനി ഈ ഫാറ്റ് എക്സാമിനകത്ത് നിങ്ങൾക്ക് ടോട്ടൽ 36 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് 144 മാർക്കിനായിരിക്കും, 90 മിനിറ്റ് ആയിരിക്കും നമുക്ക് എക്സാം ഉണ്ടാകുന്നത്. ഫിസിക്സിൽ നിന്ന് 12 ചോദ്യം, കെമിസ്ട്രിയിൽ നിന്ന് 12 ചോദ്യം, മാത്തമാറ്റിക്സിൽ നിന്ന് 12 ചോദ്യം. അതിൽ 10 ചോദ്യം MCQവും 2 ചോദ്യം നമുക്ക് ഇൻഡിജർ ടൈപ്പ് ചോദ്യമായിരിക്കും. JEEയുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ, സെക്ഷൻ എയിൽ നമുക്ക് MCQ ടൈപ്പ് ചോദ്യം, സെക്ഷൻ ബിയിൽ ഇൻഡിജർ ടൈപ്പ് ചോദ്യമായിരിക്കും. ഇനി അടുത്ത എക്സാം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ടെസ്റ്റ് ആണ്. ഗ്രാൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ JEE പാറ്റേണിൽ തന്നെയുള്ളൊരു എക്സാമാണ്. അപ്പോൾ ആക്ച്വൽ JEE പാറ്റേൺ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 3 മണിക്കൂർ, ടോട്ടൽ 3ൽ നിന്നും 25 ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ JEE എക്സാം എഴുതുന്ന അതേപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എക്സാമാണ് നമ്മുടെ GIB എന്ന് പറയുന്നത്, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളോട് മാത്രമല്ല നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, കേരളത്തിലുള്ള എല്ലാ കുട്ടികളോടും കൂടി നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് GIBക്ക് രജിസ്റ്റർ ചെയ്യുന്ന കേരളത്തിലെ എല്ലാ കുട്ടികളും നിങ്ങളോട് മത്സരിക്കുകയാണ്. സോ ഇത് വളരെ ഹെൽപ്ഫുൾ ആവും നിങ്ങൾക്ക്, കാരണം ഒരു ഓൾ കേരള ലെവലിൽ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഫീച്ചറാണ് ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ നമ്മുടെ ആപ്പിൽ എക്സാം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ്, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്റേഴ്സ്, എത്ര ഡ്യൂറേഷനുള്ള ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ള രീതിയിലൊക്കെ, എത്ര ഡ്യൂറേഷൻ എക്സാം സെറ്റ് ചെയ്യണം എന്നുള്ള രീതി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് എന്ത് ചെയ്യാം, ഒരു എക്സാം സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. സോ ഇത്രയും സീരീസ് ഓഫ് എക്സാംസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഇത്ര എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു കോൺഫിഡൻസ് കിട്ടും. നമുക്കറിയാം CBT ലെവലാണ് നമ്മുടെ JEE എക്സാം നടക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ എക്സാം എഴുതി ശീലിക്കുകയാണ് ഏറ്റവും ആവശ്യം വേണ്ട കാര്യം. ടൈം മാനേജ്മെൻറ്റ്, ആക്യുറസി മാനേജ്മെൻറ്റ് ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ എക്സാം എഴുതുന്നതോടെ നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കുന്നതാണ്. സോ അപ്പോൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു സിസ്റ്റം നന്നായിട്ട് തന്നെ ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിലെ ക്ലാസ്സുകൾ 29-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏപ്രിൽ 29-ാം തീയതി ഓറിയൻറ്റേഷനും അതുപോലെ 30-ാം തീയതി മുതൽ നമ്മുടെ റെഗുലർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫണ്ടമെൻ്റൽസ് ആയിരിക്കും നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. സോ വിഷുവിനോടനുബന്ധിച്ചുള്ള നമ്മുടെ ഓഫർ പ്രകാരം നിങ്ങൾക്ക് കോഴ്സ് ഫീയുടെ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. സോ ബാച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ XVS10 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കോഴ്സ് ഫീയുടെ 10% ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. സോ അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പഠിച്ച് JEE ക്രാക്ക് ചെയ്യാം.